Textbook exercise question number 2, page number 59. Prove that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറംകോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കും. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിസൾട്ടാണ്. ഇതൊരു റിസൾട്ടായിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ ഇത് ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് SSLC എക്സാമിന് ചോദിക്കുന്നതാണ്. ഇവിടെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, അതിന്റെ ഒരു ഔട്ടർ ആംഗിൾ, ഒരു വേർട്ടെക്സ് പുറത്തുണ്ടാക്കുന്ന ആംഗിൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്നർ ആംഗിളിന് തുല്യമാണെന്ന് തെളിയിക്കണം. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാം. ഒരു ക്വാഡ്രിലാറ്ററൽ ഇൻ എ സർക്കിൾ, അതിന് പേര് കൊടുക്കാം ABCD. ABCD എന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നിങ്ങൾക്ക് കാണാം B എന്ന വേർട്ടെക്സിൽ ഒരു ഔട്ടർ ആംഗിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് E എന്നും കൂടി എഴുതാം. സോ ആംഗിളിൽ നമ്മൾ പറയുമ്പോൾ CBE എന്ന് പറയാം. സോ ഇതൊരു ഔട്ടർ ആംഗിൾ ആണ്. ഈ ബി എന്ന വേർട്ടെക്സിന് ക്വാഡ്രിലാറ്ററൽ ABCDയില് ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇന്നർ ആംഗിൾ അതേതാണ്? ഡി എന്ന ആംഗിളാണ്. ആംഗിൾ ADC. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലില് ഒരു വേർട്ടെക്സിൽ ഉണ്ടാകുന്ന പുറത്തെ ആംഗിൾ, ഔട്ടർ ആംഗിൾ, പുറംകോൺ അതിന്റെ എതിരായിട്ടുള്ള, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിലെ ഇന്നർ ആംഗിളിന്, അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നമ്മൾ രണ്ട് മാർക്ക് ചെയ്ത കാര്യങ്ങൾ എഴുതാം. ആംഗിൾ CBE ഈസ് ദ ഔട്ടർ ആംഗിൾ at the vertex B. നമ്മൾ ഇതിലൊരു വേർട്ടെക്സ് എടുത്തു, B എന്ന വേർട്ടെക്സ്, ഒരു മൂല, അതിലുള്ള പുറം കോൺ ഔട്ടർ ആംഗിൾ ആണ് നമ്മൾ എഴുതിയത്. ഓക്കെ, ഇനി ഈ ഔട്ടർ ആംഗിൾ ഇനി കൺസിഡർ ചെയ്യാം. ഈ B എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നമുക്ക് ഈ ഔട്ടർ ആംഗിളിനെ കൂടാതെ ഒരു ഇന്നർ ആംഗിളും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ആ ഇന്നർ ആംഗിളും ഈ ഔട്ടർ ആംഗിളും കൂടെ കൂടി ഒരു സെമി സർക്കിൾ ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര വരും? 180 ഡിഗ്രി വരും. ഓക്കെ, ആ ആംഗിൾ ഏതാണ്? ഇന്നർ ആംഗിൾ ABC. ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അതിന് ഒന്നെന്ന് കൊടുക്കാം. റീസൺ എന്താണ്? ലീനിയർ പെയർ, രേഖീയ ജോഡികളാണ്. ഓക്കെ, നമുക്ക് അറിയാം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 കിട്ടണമെന്ന്. ഓക്കെ, അപ്പോൾ ആംഗിൾ ABCയും ആംഗിൾ ADCയും കൂട്ടിയാൽ 180 ആണ് വരേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം ഈ ഔട്ടർ ആംഗിളിനെ ഇന്നർ ആംഗിളായിട്ട് കണക്ട് ചെയ്തു. ആ ഇന്നർ ആംഗിളിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്നർ ആംഗിളുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആംഗിൾ ABC പ്ലസ് ആംഗിൾ ADC is equal to 180 ഡിഗ്രി. റീസൺ എന്താണ്? ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകൾ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഇനി നിങ്ങൾ ഇത് രണ്ടും കൺസിഡർ ചെയ്യും. ഒന്നാമത്തെ ഇക്വേഷൻ നോക്കാം, രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. രണ്ടെണ്ണത്തിന്റെയും റൈറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡുകളെ ഇക്വേറ്റ് ചെയ്യാം. ഫ്രം 1 and 2 രണ്ട് ഇക്വേഷന്റെയും രണ്ട് സമവാക്യങ്ങളുടെയും വലതുവശം തുല്യമാണ്. സോ നമ്മൾ ഇടതുവശത്തെ തുല്യമാക്കുന്നു. അപ്പൊ ഇക്വേഷൻ നമ്പർ 1ന്റെ ലെഫ്റ്റ് സൈഡ് എന്താണ്? ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2ന്റെ ലെഫ്റ്റ് സൈഡ് എന്താണ്? ആംഗിൾ ABC പ്ലസ് ആംഗിൾ ADC. ഓക്കെ, അപ്പൊ രണ്ടിടത്തും ആംഗിൾ ABC ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് രണ്ട് ഭാഗത്തും ഒരേ സൈൻ ആണ് എങ്കിൽ നമുക്ക് ആ ടേമിനെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
ആംഗിൾ CBE is equal to ആംഗിൾ ADC. ഇതായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അതായത് ഒരു പോയിന്റിലെ ഒരു വേർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലുള്ള ഇന്നർ ആംഗിളിന് തുല്യമാണ്. ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറംകോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണ്. Textbook exercise question number 6.1 page number 60. The two circles below intersect at P and Q and lines through these points meet the circles at A, B, C and D. The lines AC and BD are not parallel. Prove that if these lines are of equal length, then ABCD is a cyclic quadrilateral. ചിത്രത്തിലെ വൃത്തങ്ങൾ P, Q എന്നീ ബിന്ദുക്കളിൽ മുറിച്ചു കടക്കുന്നു. ഈ ബിന്ദുക്കളിലൂടെയുള്ള രണ്ട് വരകൾ വൃത്തങ്ങളുമായി ABCD എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു. ACBD എന്നീ വരകൾ സമാന്തരമല്ല. ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ ABCD ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഇതും ഇതിനു മുമ്പ് SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് കാണുന്നത്? നമുക്കിവിടെ രണ്ട് സർക്കിൾസ് ഉണ്ട്. രണ്ട് വ്യത്യസ്തമായ സർക്കിൾസ്, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള റേഡിയസിലുള്ള സർക്കിൾസ്. ഒന്ന് ഒരു ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നു, മറ്റേത് ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്നു. ഈ രണ്ട് സർക്കിൾസും കൂട്ടിമുട്ടുന്ന പോയിന്റ്സിന് P എന്നും Q എന്നും പേര് കൊടുത്തു. Pയിലൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്, Qയിലൂടെയും ഒരു ലൈൻ പോകുന്നുണ്ട്. ആ ലൈൻ വലിയ സർക്കിളിനെയും ചെറിയ സർക്കിളിനെയും മീറ്റ് ചെയ്യുന്നുണ്ട്. ആ മുട്ടുന്ന പോയിന്റ്സിന് നമ്മൾ ACBD എന്നീ പേര് കൊടുത്തു. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് തന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ACയും BDയും പാരലൽ അല്ല. ACയും BDയും പാരലൽ അല്ല എന്ന് തന്നിട്ടുണ്ട്, സമാന്തരമല്ല എന്നും തന്നിട്ടുണ്ട്, അവയ്ക്ക് രണ്ടിനും തുല്യ നീളമാണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രിലാറ്ററൽ ABCD, ഈ ഒരു ക്വാഡ്രിലാറ്ററൽ രണ്ട് സർക്കിൾസിലും കാണുന്ന ഒരുമിച്ച് കാണുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ചക്രീയമാണ്, സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈക്ലിക് ആണ്, ഒരു ക്വാഡ്രിലാറ്ററൽ തന്നെ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് കാണിക്കും. അതൊരു മെത്തേഡ്. ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ തന്നതില് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലുണ്ടാവണം സൈക്ലിക് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽസ് ഏതൊക്കെയാണെന്ന്. സൈക്ലിക് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽസ് ഏതൊക്കെയാണ്? സ്ക്വയർ വരുന്നുണ്ട്, റെക്ടാങ്കിൾ വരുന്നുണ്ട്, അതേപോലെ ഒരു ക്വാഡ്രിലാറ്ററലും കൂടി ഉണ്ട്. ഏതാണ്? ഐസോസെൽസ് ട്രപ്പീസിയം. നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയണമെന്നില്ല. ആ സമയത്ത് തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ സ്ക്വയറോ റെക്ടാങ്കിളോ ഐസോസെൽസ് ട്രപ്പീസിയമോ ആണെങ്കിൽ നമുക്ക് പറയാം അത് സൈക്ലിക് ആണെന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യാൻ കാരണം ഈ ക്വസ്റ്റിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ACയും BDയും പാരലൽ അല്ല. ഐസോസെൽസ് ട്രപ്പീസിയം പറഞ്ഞ സമയത്ത് നമുക്കറിയാം ഐസോസെൽസ് ട്രപ്പീസിയത്തിൽ ഒരു ജോഡി എതിർവശങ്ങൾ പാരലൽ അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ അതേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സൈഡുകളാണ് പാരലൽ അല്ല എന്ന് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. അതേപോലെ ഐസോസെൽസ് ട്രപ്പീസിയത്തിന്റെ കേസിൽ അതിന്റെ രണ്ടിന്റെ ലെങ്ത് തുല്യവുമാകണം. ഓക്കെ, ഇവിടെ അതും പറയുകയുണ്ടായി ACയുടെ ലെങ്തും BDയുടെ ലെങ്തും തുല്യമാണെന്ന്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർവശങ്ങൾ, എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്, അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് എന്ന് തെളിയിക്കുന്നതിന് പകരം ഇതൊരു ഐസോസെൽസ് ട്രപ്പീസിയം ആണെന്ന് തെളിയിച്ചാലും മതി. കാരണം നമുക്കറിയാം ഐസോസെൽസ് ട്രപ്പീസിയം സൈക്ലിക് ആണെന്ന്, സമപാർശ്വലംബകം സൈക്ലിക് ആണെന്ന്, ചക്രീയമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് കാരണം നമ്മൾ അത് മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നാൽ അത് ഐസോസെൽസ് ആണെന്ന് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? അപ്പൊ നമുക്കറിയാം ഈ പാരലൽ ആയിട്ടുള്ള സൈഡുകൾ
ഇവിടെ എ സിയും ബി ഡിയും പാരലൽ അല്ല, എ ബിയും സി ഡിയും പാരലൽ ആണോ എന്ന് നമ്മൾ നോക്കണം. അത് രണ്ടും പാരലൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എ ബി സി ഡി. ഓക്കെ, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് എയും ബിയും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ എയും, ഇവിടെ ഇതാണ് ഡി എഴുതിയത്, ഇവിടെ സി ആണ് എഴുതിയത്. ഓക്കെ, ബിയും ഡിയും ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇത് സി, ഇത് ഡി. എയും സിയും കൂടെ കൂട്ടിയാൽ 180 ആണെന്ന് പ്രൂവ് ചെയ്താലും മതി. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു ക്വാഡ്രിലാറ്ററൽ തന്ന് അത് ഐസോസെൽസ് ട്രപ്പീസിയം ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമാണെന്ന് തെളിയിക്കുക, അല്ല എങ്കിൽ ആംഗിൾ എയും സിയും കൂടെ കൂട്ടിയാൽ 180 ആണെന്നും തെളിയിക്കണം. ഓക്കെ, അപ്പൊ ഇത് തുല്യമാണെന്ന് തെളിയിച്ചാൽ മാത്രം പോരാ ഒരു കാര്യം. കാരണം റെക്ടാങ്കിളിലും ഈ അടുത്തടുത്തുള്ള ആംഗിൾസ് തുല്യം തന്നെയാണ്, സ്ക്വയറിലും തുല്യം തന്നെയാണ്. അപ്പം ഇതിന്റെ കൂടെ ഈ ഒരു കാര്യം കൂടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇത് പ്രൂവ് ചെയ്യും? അപ്പൊ നിങ്ങൾക്കിത് കാണാം. എ ബി സി ഡി ആണ് രണ്ട് സർക്കിളിലും കൂടിയുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ പിയും ക്യൂവും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. പിയും ക്യൂവും ജോയിൻ ചെയ്യുമ്പം നമുക്ക് രണ്ട് സർക്കിളിലും ഓരോ ക്വാഡ്രിലാറ്ററൽ കിട്ടുകയാണ്. വലിയ സർക്കിളിൽ എ ബി ക്യൂ പി സൈക്ലിക് ആണല്ലോ. അതിന്റെ 4 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളാണ് ബ്ലൂ. അതേപോലെ പി ക്യൂ ഡി സിയും സൈക്ലിക് ആണ്. കാരണം അതിന്റെ 4 വേർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിളാണ് ഈ ഗ്രീൻ സർക്കിൾ. അപ്പൊ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ആ ഓരോ സർക്കിളിനകത്തും സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? പിയും ക്യൂവും ജോയിൻ ചെയ്യും, യോജിപ്പിക്കും. അപ്പൊ നമുക്ക് രണ്ട് ക്വാഡ്രിലാറ്ററൽസ് കിട്ടുകയാണ്. എ ബി ക്യൂ പി ഈസ് എ cyclic quadrilateral and PQCD is also a cyclic quadrilateral. രണ്ടും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. രണ്ടിന്റെ സർക്കിൾ വ്യത്യാസമാണ്, പക്ഷെ രണ്ടും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ആംഗിളിലേക്ക് എത്തണം. ഒരു ആംഗിളും എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ആംഗിൾ എ, കാരണം നമുക്ക് എനെ കണക്ട് ചെയ്യണം ആണല്ലോ. എയും ബിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇതും ഇതും കൂട്ടിയാൽ 180 ആണെന്നും കിട്ടണം. ഓക്കെ, അപ്പൊ ആ 3 ആംഗിൾ നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആംഗിൾ എയും ആംഗിൾ ബിയും ഈ ആംഗിൾ സി. പ്രൂവ് ചെയ്യേണ്ട കാര്യം മനസ്സിലോർക്കുക. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ എയും ആംഗിൾ സിയും ആംഗിൾ സിയും ഓക്കെ, നോൺ പാരലൽ സൈഡിൽ ഒന്നിലായ ഇന്റീരിയർ ആംഗിൾസ്, അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടുമെന്നും പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നു. എ നമുക്കറിയില്ല, ഇവിടെ ഉള്ള ഒരു ആംഗിളും നമുക്ക് ഏതാണെന്ന് അറിയില്ല. ഒരാംഗിൾ നമ്മൾ എടുക്കുന്നു, എന്താണെന്ന്? എക്സ് ആണെന്ന് എടുക്കുന്നു. അപ്പൊ തൊട്ട് മുന്നേ നമ്മളൊരു റിസൾട്ട് പഠിച്ചിരുന്നു. എന്തായിരുന്നു നമ്മൾ പഠിച്ച റിസൾട്ട്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഏത് വേർട്ടെക്സിലെയും പുറം കോൺ, ഔട്ടർ ആംഗിൾ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിലെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു അകക്കോണാണ്, ഒരു ഇന്നർ ആംഗിൾ ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സ് ഏതാണ്? ക്യൂ. ക്യൂവിന് ഔട്ടർ ആംഗിൾ ഉണ്ടോ? യെസ്, ക്യൂവിന് ഔട്ടർ ആംഗിൾ ഉണ്ട്. ഇതാണ് ക്യൂവിന്റെ ഔട്ടർ ആംഗിൾ. അപ്പൊ അത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. സോ നമുക്ക് ഇവിടെ എന്തെഴുതാം? എക്സ് ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റെപ്പ് എഴുതാം. നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എഴുതി. നമ്മൾ ലെറ്റ് ആംഗിൾ എ is equal to x degree. Okay, since ABPQ or ABQP is cyclic ആയതുകൊണ്ട് നമ്മൾ തൊട്ട് മുന്നേ റിസൾട്ടിൽ പ്രൂവ് ചെയ്തതാണ് ആംഗിൾ ഔട്ടർ ആംഗിൾ ഓഫ് ക്യൂ.
ഔട്ടർ ആംഗിൾ ഓഫ് ക്യൂ, അതേതാണ് ഔട്ടർ ആംഗിൾ ഓഫ് ക്യൂ? പി ക്യു ഡി. ആംഗിൾ പി ക്യു ഡി എത്രയാണ്? എക്സ് ഡിഗ്രി തന്നെ ആണ്. ഓക്കെ, ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് മൊത്തത്തിൽ 180 ആണ് വരേണ്ടത്. അപ്പൊ ഇത് മാത്രം എത്രയാണ് വരിക? 180 മൈനസ് എക്സ്. ഓക്കെ, then inner angle of Q. ഔട്ടർ ആംഗിൾ കിട്ടിയാൽ ഇന്നർ ആംഗിൾ, നമുക്കറിയാം ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും സപ്ലിമെന്ററി ആയിരിക്കുന്നു, നമ്മൾ 8ാം ക്ലാസ്സിലെ പഠിച്ചതാണ്. ഇന്നർ ആംഗിൾ ഓഫ് ക്യൂ, അതായത് ആംഗിൾ ബി ക്യു പി, ബി ക്യു പി എന്ന് പറയുന്നത് എത്രയാണ്? 180 മൈനസ് എക്സ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ആക്ച്വലി ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരു തവണ കേട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. 1-2 തവണ കാണാം, മനസ്സിലാക്കുക. ഓക്കെ, എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഇതിനെ 2 ക്വാഡ്രിലാറ്ററലാക്കി അതിൽ വലിയ സർക്കിളിലെ ഈ പോയിന്റിന് എക്സ് എന്ന് കൊടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിലെ ഔട്ടർ ആംഗിളും എക്സ് തന്നെയായിരിക്കും. നമുക്കൊരു തിയറമാണത്. ഓക്കെ, അത് എക്സ് ആണെങ്കിൽ അതിന്റെ ഇന്നർ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ 180 മൈനസ് കിട്ടി, 180 മൈനസ് എക്സ് കിട്ടി. അത് നമ്മുടെ ചെറിയ സർക്കിളിലുള്ള ക്വാഡ്രിലാറ്ററൽ പി ക്യു ഡി സിയിൽ ക്യൂവിന്റെ ഔട്ടർ ആംഗിൾ ആണ്. മനസ്സിലായോ? നമ്മളിവിടെ എക്സ് എടുത്തു, അത് വലിയ സർക്കിളിലെ ഇന്നർ ആംഗിൾ ആണ്, അകക്കോണാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സ് ആണ് ക്യൂ, അതിന്റെ ഔട്ടർ ആംഗിൾ ആണ് ചെറിയ സർക്കിളിലെ ഒരാംഗിൾ. അപ്പൊ ഇവിടെ നേരെ തിരിച്ച് ഇപ്പോൾ നമ്മളെടുത്ത് ഈ 180 മൈനസ് എക്സ് എന്ന് പറയുന്നത് ചെറിയ സർക്കിളിലെ ഒരു വേർട്ടെക്സ് ആയ ക്വാഡ്രിലാറ്ററലിലെ ഒരു വേർട്ടെക്സ് ആയ ക്യൂവിന്റെ ഔട്ടർ ആംഗിൾ ആണ്. അപ്പൊ അത് എന്തിന് ഈക്വൽ ആണ്? ക്യൂവിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിലെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആണ്. അതായത് ഈ ആംഗിൾ എത്ര വരും? 180 മൈനസ് എക്സ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണ്ടത് ഈ 3 പച്ച ആംഗിളുകളാണ്. ഇത് എക്സ് കിട്ടി, ഇത് 180 മൈനസ് എക്സ് കിട്ടി, ഇതും എക്സ് ആണെന്ന് നമുക്ക് കിട്ടണം. ഇത് എക്സ് ആയിരിക്കുമോ? നമുക്ക് ഇപ്പോൾ കിട്ടിയത് എഴുതി വെക്കാം. Therefore, angle PCD is equal to 180 minus x degree. Reason എന്താ? Since PQDC is cyclic, outer angle at Q is equal to inner angle at ക്യൂവിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സ് ഏതാ? സി. ആ പ്രൂഫ് വെച്ചിട്ട് നമ്മളത് എഴുതി. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. Therefore, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്ര വരും? എ നമ്മൾ എക്സ് ആയി എടുത്തു, സി നമുക്ക് ഇപ്പോൾ കിട്ടി 180 മൈനസ് എക്സ് എന്ന്. അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടുമ്പോൾ 180 എന്ന് കിട്ടി. അതിന് നമുക്ക് ബോക്സിൽ എഴുതി വെക്കാം. ഇനി ഒരു കാര്യം കൂടെ വേണം, ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമായിരിക്കും. അത് നമ്മൾ ഇപ്പോൾ കിട്ടിയ റിസൾട്ട് തന്നെ എഴുതാണ്. ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 ആണെങ്കിൽ എ ബിയും സി ഡിയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. Therefore, AB parallel to CD. AB CDക്ക് സമാന്തരമാണ്. AB CDക്ക് സമാന്തരമാണെങ്കിൽ AB CDക്ക് സമാന്തരവും എ സിയുടെയും ബി ഡിയുടെ ലെങ്ത്തും സെയിമോ ആണെങ്കിൽ ഈ 2 ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് എ സി ബി ഡി ഈക്വൽ ആണെന്ന്. ഓൾസോ ഗിവൺ എ സി ഈസ് ഈക്വൽ ടു ബി ഡി. Therefore, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ഈ 2 കണ്ടീഷനും ശരിയായി വന്നിട്ടുണ്ടെങ്കിൽ എ ബി സി ഡി എന്ന ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഐസോസെൽസ് ട്രപ്പീസിയം ആയിരിക്കും. Therefore, quadrilateral ABCD is isosceles trapezium, is an isosceles trapezium, and so
സൈക്ലിക്. അതുകൊണ്ട് അതെന്താണ്? സൈക്ലിക് ആണ്. ഓക്കെ, അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പ്രോബ്ലം ആണിത്. ഇങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാക്കുക. ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ടെങ്കിൽ അത് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇവിടെ ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് തന്നത്? എ സിയും ബി ഡിയും പാരലൽ അല്ല, എ സിയും ബി ഡിയും ഈക്വൽ ആണെന്ന് തന്നു. സോ അത് കാരണം പാരലൽ അല്ലാത്തതും ഒരു കേസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യേണ്ടത് ഐസോസെൽസ് ട്രപ്പീസിയത്തെ തന്നെയാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 6-2 പേജ് നമ്പർ 60. ചിത്രം നോക്കാം. ഇൻ ദ പിക്ചർ the circles on the left and right intersect the middle circle at PQRS. ചിത്രത്തില് ഇടതുവശത്ത് ഒരു സർക്കിൾ ഉണ്ട്, ബ്ലൂ കളറിലുള്ള സർക്കിൾ. വലതുവശത്ത് ഒരു സർക്കിൾ ഉണ്ട്, റെഡ് കളറിലുള്ള സർക്കിൾ. ഇത് രണ്ടും നടുവിലത്തെ ഗ്രീൻ കളറിലുള്ള സർക്കിളിനെ മുറിച്ചു കടക്കുന്ന പോയിന്റുകളാണ് PQRS. വലിയ സർക്കിൾ, നടുവിലത്തെ സർക്കിളിനെ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ പിയും ക്യൂവും. ചെറിയ സർക്കിൾ, വലതുവശത്തുള്ള സർക്കിൾ, നടുവിലത്തെ സർക്കിളിനെ മുറിച്ചു കടക്കുന്ന പോയിന്റ്സ് ആറും എസും. ഓക്കെ, ഇനി ദ ലൈൻസ് ജോയിനിങ് ദം മീറ്റ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കിൾ സെറ്റ് എ ബി സി ആൻഡ് ഡി. അവയെ തമ്മിൽ ജോയിൻ ചെയ്ത ലൈൻ, അതായത് പിയെയും ആറിനെയും ജോയിൻ ചെയ്ത ലൈനെ നീട്ടി നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വരച്ചിരിക്കുന്നു. അത് ലെഫ്റ്റിലുള്ള സർക്കിളിനെ എ എന്ന പോയിന്റിൽ മുട്ടുന്നു, റൈറ്റിലുള്ള സർക്കിളിനെ സി എന്ന പോയിന്റിൽ മുട്ടുന്നു. അതേപോലെ തന്നെ ക്യൂവിനെയും എസിനെയും ജോയിൻ ചെയ്ത ലൈൻ ലെഫ്റ്റിലുള്ള സർക്കിളിനെ ബിയിലും റൈറ്റിലുള്ള സർക്കിളിനെ ഡിയിലും മുട്ടുന്നു. ഓക്കെ, പ്രൂവ് ദാറ്റ് എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. A, B, D, C is a cyclic quadrilateral. ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ, നമ്മൾ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഈ എ ബി ഡി സി ആ ഉള്ളിൽ നിങ്ങൾക്ക് 3 സർക്കിളിലും കൂടെ കാണുന്ന ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, അതിന്റെ പ്രത്യേകതയായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ അല്ല, സമാന്തരമല്ല എന്നും അതിന്റെ ലെങ്ത് സെയിം ആണെന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. എടുത്തു പറയുകയാണെങ്കിൽ നമ്മളത് ഐസോസെൽസ് ട്രപ്പീസിയം സമപാർശ്വലംബകത്തിലേക്ക് പോകണമായിരുന്നു. ഇവിടെ അത് എടുത്തു പറയാത്ത സ്ഥിതിക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ സപ്ലിമെന്ററി ആണെന്ന് പ്രൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ചതുർഭുജത്തിലെ എതിർകോണുകൾ 180 ഡിഗ്രി, എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. പിയും ക്യൂവും ജോയിൻ ചെയ്യും. ഓക്കെ, ആറും എസും ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് 3 സർക്കിളിലും ഓരോ ക്വാഡ്രിലാറ്ററൽ വെച്ച് കാണാൻ പറ്റും. എ ബി ക്യു പി വലിയ സർക്കിളില്, പി ക്യു എസ് ആർ നടുവിലത്തെ സർക്കിളില്, എസ് ഡി സി ആർ ഏറ്റവും ചെറിയ സർക്കിൾ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്നാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എയിൽ നിന്ന് തുടങ്ങും. അപ്പൊ ക്വാഡ്രിലാറ്ററൽ എ ബി ഡി സിയിൽ എന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ദാ ഇവിടെ ഡി. ഈ 2 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്നാണ് തെളിയിക്കാൻ പോകുന്നത്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് രണ്ടും എന്താണ്, ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ എന്താണ്, സൈക്ലിക് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ടത് ഈ 2 ആംഗിൾസ് ആണ്. ഇതും വേണം, ഇതും വേണം. ഇത് രണ്ടും കിട്ടി, അത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് സൈക്ലിക്, ചക്രീയമാണെന്ന് പറയാം. അതിനു വേണ്ടിയിട്ട് ഇതിൽ 2 ആംഗിളും ഏതാണെന്നും നമുക്കറിയില്ല. ഇതിനെ നേരത്തെ എടുത്ത പോലെ തന്നെ ഇതിനെ എക്സ് എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് എക്സ് എടുത്താൽ നമ്മൾ പഠിച്ച റിസൾട്ട് ആണ് എന്താണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ക്യൂ, അതിന്റെ ഔട്ടർ ആംഗിൾ പുറംകോൺ എന്താണ്, എക്സ് തന്നെ ആണ്. ഓക്കെ, നമ്മൾ വലിയ സർക്കിളിലെ ക്വാഡ്രിലാറ്ററലിലെ ഒരു ആംഗിൾ എടുത്തു, എന്നിട്ട് ആ ഒരു തിയറം യൂസ് ചെയ്തപ്പോൾ ഔട്ടർ ആംഗിൾ ഓഫ് വൺ വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഈ രണ്ടാമത്തെ
പച്ച നിറത്തിലുള്ള സർക്കിളിന്റെ ഒരാംഗിളിലേക്ക് എത്തി. ഓക്കെ, അപ്പോ ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ഇത് പി ക്യു എസ് ആർ സൈക്ലിക് ആണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കണം? 180 മൈനസ് എക്സ്. സപ്ലിമെന്ററി ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ്. കൂട്ടിയാൽ 180 കിട്ടണം. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. ഇനി എളുപ്പമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ ചെറിയ സർക്കിളിലേക്ക് വരികയാണ്. ചെറിയ സർക്കിളിലെ 6 എന്ന പോയിന്റിലുള്ള ഔട്ടർ ആംഗിൾ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതെന്തിന് ഈക്വൽ ആണ്? 6 എന്ന പോയിന്റിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിന്റെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആണ്. സോ 180 മൈനസ് എക്സ് ഇത് കിട്ടും. അപ്പൊ എനിക്ക് 2 ആംഗിളും കിട്ടി. അത് രണ്ടും കൂട്ടിയാൽ എന്ത് കിട്ടും? 180 എന്ന് കിട്ടും. സോ നമുക്ക് പറയാം ABDC ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് എഴുതാം, സ്റ്റെപ്പ് എഴുതാം. ജോയിൻ ആദ്യം ചെയ്തത് ജോയിൻ PQ ജോയിൻ ചെയ്തു, RS ജോയിൻ ചെയ്തു. PQവും RSഉം ജോയിൻ ചെയ്തു. അപ്പോൾ ABQP is a cyclic quadrilateral. In the left circle, ഇടതുവശത്തെ വൃത്തത്തിൽ നിന്ന് എഴുതുന്നു. In the left circle. പിന്നെയോ PQSR is a cyclic quadrilateral. എക്സാമിന് ഇങ്ങനെയൊന്നും എഴുതണ്ട, ജസ്റ്റ് ആൻസറിലേക്ക് എത്തിയാൽ മതി. ഇൻ ദ മിഡിൽ സർക്കിൾ, നടുവിലത്തെ സർക്കിളില്. ഇനി ഇവിടെയോ RSDC. RSDC is a cyclic quadrilateral. In the right circle. തന്നിരിക്കുന്ന 3 സർക്കിളും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടി. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്, അനുപൂരകങ്ങളാണ്. കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ആംഗിൾ എടുത്തു. ലെറ്റ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു x ഡിഗ്രി. ഓക്കെ, therefore outer angle of Q, outer angle of Q, ക്യൂവിന്റെ പുറം കോൺ, എയുടെ ഓപ്പോസിറ്റ് വേർട്ടെക്സ് ആണ് Q. അതുകൊണ്ടാണ് ഔട്ടർ ആംഗിൾ ഓഫ് Q എടുത്തത്. അതും എന്ത് തന്നെയാണ്? x ഡിഗ്രി. ഔട്ടർ ആംഗിൾ ഓഫ് Q x ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു PQSRല് ആംഗിൾ R എന്തായിരിക്കും? 180 മൈനസ് എക്സ്. ദെൻ ആംഗിൾ R ഇൻ PQSR is equal to 180 minus x. അപ്പോൾ ഓൾറെഡി റീസൺ എഴുതിയതാണ് നമ്മൾ ഇത് സൈക്ലിക് ആണെന്ന്. അപ്പൊ നമ്മൾ ആംഗിൾ R 180 മൈനസ് എക്സ് ആണ്. ദാറ്റ് ഈസ് outer angle of R is equal to 180 minus x. ആംഗിൾ R നടുവിലത്തെ സർക്കിളിന്റെ ഇന്നർ ആംഗിൾ ആണ്. പക്ഷെ ആംഗിൾ R എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ സർക്കിളിന്റെ ഔട്ടർ ആംഗിൾ ആണ്, പുറത്തെ കോണാണ്. ഔട്ടർ ആംഗിൾ ഓഫ് R എന്താണോ അത് തന്നെയാണ് ഇന്നർ ആംഗിൾ ഓഫ് അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സ്, ചെറിയ സർക്കിൾ ഏതാണ്? D. ഇന്നർ ആംഗിൾ ഓഫ് D is equal to 180 minus x. Therefore ആംഗിൾ A പ്ലസ് ആംഗിൾ D, ആംഗിൾ A x ആണെന്ന് എടുത്തു, ആംഗിൾ D നമുക്ക് കിട്ടി 180 മൈനസ് എക്സ് എന്ന്. അപ്പം x ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ക്യാൻസൽ ആയി പോയി, ബാക്കി നമുക്ക് 180 ഡിഗ്രി. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് quadrilateral ABDC is supplementary. രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടിയാൽ നമ്മൾ അതിന് സപ്ലിമെന്ററി എന്നാ പറയുക, അനുപൂരകങ്ങൾ എന്നാ പറയുന്നത്. Therefore ABDC is cyclic. അതുകൊണ്ട് അതെന്താണ്? ചക്രീയമാണ്.